മരുമകൾ പോര് ചെറിയ തോതിലെങ്കിലും ഇല്ലാത്ത കുടുംബങ്ങൾ വിരളമായിരിക്കും. പലപ്പോഴും അത് ഭാര്യാഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധത്തെയും ബാധിക്കുകയും ചെയ്യും. ഇതുവഴി ദാമ്പത്യം ശിഥിലമാവുകയും ചെയ്യുന്ന സംഭവങ്ങൾ നിരവധി ഉണ്ടായിട്ടുമുണ്ട്. എന്നാൽ മലപ്പുറത്തെ ഒരു വീട്ടിൽ വർഷങ്ങളായി പുകഞ്ഞുകൊണ്ടിരുന്ന പോര് ഒടുവിൽ ചോരക്കളിയിലാണ് കലാശിച്ചത്. പലതവണ ചായ ചോദിച്ചിട്ടും കൊടുക്കാത്തതിൽ പ്രകോപിതയായാണ് 73-കാരി ശാന്ത മരുമകൾ രജിലയെ വെട്ടിക്കൊന്നത്. രജിലയുടെ 10ഉം 3ഉം വയസ്സുള്ള പെൺമക്കളുടെ മുൻപിലിട്ടായിരുന്നു ക്രൂരമായ കൊലപാതകം. ആ കുട്ടികളുടെ മനസ്സിലുണ്ടായ മുറിവ് ഇനി എന്നെങ്കിലും ഉണങ്ങുമോ? അമ്മയുടെ ജീവനെടുത്ത അമ്മൂമ്മയ്ക്ക് അവരുടെ മനസ്സിൽ ഇനി എന്താകും സ്ഥാനം? നാടിനെ ആകെ നടുക്കിയ ആ കൊലപാതക വാർത്തയിലേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത്. സ്വാഗതം പോലീസ് പെട്രോളിലേക്ക്. മലപ്പുറം നിലമ്പൂർ കൂറ്റമ്പാറയിൽ അമ്മായിയമ്മ മരുമകളെ വെട്ടിക്കൊന്നു. കൂറ്റമ്പാറ സ്വദേശി സുനിൽ ബാബുവിന്റെ ഭാര്യ 30-കാരിയായ രജിലയാണ് കൊല്ലപ്പെട്ടത്. ഭർത്തൃമാതാവ് ശാന്തയെ പോലീസ് അറസ്റ്റ് ചെയ്തു. ചായ ചോദിച്ചപ്പോൾ കൊടുക്കാഞ്ഞതാണ് പ്രകോപന കാരണം. രാവിലെ 6:15ഓടെയാണ് നാടിനെ നടുക്കിയ കൊലപാതകം നടന്നത്. കിടന്നുറങ്ങുകയായിരുന്ന രജിലയെ ഭർത്തൃമാതാവ് ശാന്ത കത്തിയുപയോഗിച്ച് വെട്ടുകയായിരുന്നു. ശരീരമാസകലം വെട്ടേറ്റ രജില സംഭവസ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. കഴുത്തിലേറ്റ മുറിവാണ് മരണകാരണമെന്നാണ് പ്രാഥമിക വിവരം. 10ഉം 3ഉം വയസ്സുള്ള 2 പെൺമക്കളുണ്ട് രജിലയ്ക്ക്. ഓട്ടോ ഡ്രൈവറായ ഭർത്താവ് സുനിൽ പുറത്തുപോയ സമയത്തായിരുന്നു കൊലപാതകം. കുട്ടികളുടെ കരച്ചിൽ കേട്ടെത്തിയ നാട്ടുകാർ പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു. ഭർത്തൃമാതാവ് ശാന്തയെ പൂക്കോട്ടുംപാടം പോലീസ് അറസ്റ്റ് ചെയ്തു. മരുമകളോട് പലവട്ടം ചായ ചോദിച്ചെങ്കിലും കിട്ടിയില്ലെന്നും ഇതാണ് പ്രകോപനത്തിന് ഇടയാക്കിയത് എന്നും ശാന്ത പോലീസിനോട് പറഞ്ഞതായാണ് വിവരം. വിറക് വെട്ടാൻ ഉപയോഗിക്കുന്ന കത്തി കൊണ്ടാണ് മക്കളുടെ മുന്നിൽ വെച്ച് രജിലയെ ശാന്ത വെട്ടിയത്. ശാന്തയെ പിന്തിരിപ്പിക്കാൻ കുട്ടികൾ ശ്രമിച്ചെങ്കിലും കഴിഞ്ഞില്ല. വീട്ടിൽ വെച്ച് തന്നെ രജിലയുടെ മരണം സംഭവിച്ചു. രജിലയുടെ ശരീരത്തിൽ പലതവണ വെട്ടേറ്റു. കഴുത്തിനേറ്റ ഗുരുതരമായ പരിക്കാണ് മരണകാരണം. മഞ്ചേരി മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് മാറ്റിയ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുനൽകും. വീട്ടിൽ മുമ്പും കുടുംബ പ്രശ്നം ഉണ്ടായിരുന്നതായാണ് വിവരം. ന്യൂസ് 18 മലപ്പുറം. എറണാകുളം അങ്കമാലി മഞ്ഞപ്രയിൽ മധ്യവയസ്കനെ വെടിവെച്ച് കൊലപ്പെടുത്തി. മഞ്ഞപ്ര സ്വദേശി ജോസാണ് മരിച്ചത്. മഞ്ഞപ്ര സ്വദേശി പോളിയാണ് ജോസിനെ വെടിവെച്ച് കൊന്നത്. മുൻവൈരാഗ്യമാണ് കൊലപാതകത്തിന് കാരണമെന്നാണ് പോലീസ് നിഗമനം. പോളിയുടെ പിതാവിനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയായിരുന്നു മരിച്ച ജോസ്. അങ്കമാലി മഞ്ഞപ്രയിലാണ് വൈകിട്ടോടെ കൊലപാതകം നടന്നത്. മഞ്ഞപ്ര സ്വദേശി ജോസാണ് വെടിയേറ്റ് മരിച്ചത്. കൊലയ്ക്ക് ശേഷം പ്രതി പോളി പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങി. ഡബിൾ ബാരൽ തോക്ക് കൊണ്ടാണ് വെടിവെച്ചത്. മുൻ സൈനികനായിരുന്ന പോളി സെക്യൂരിറ്റി ജോലി ചെയ്ത് വരികയായിരുന്നു. ലൈസൻസുള്ള തോക്കാണെന്നാണ് നിഗമനം. മുൻവൈരാഗ്യമാണ് കൊലപാതകത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. പോളിയുടെ പിതാവിനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയായിരുന്നു മരിച്ച ജോസ്. കേസിൽ ഇയാളെ പിന്നീട് കോടതി വെറുതെ വിട്ടിരുന്നു. ജോസിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി ആശുപത്രിയിലേക്ക് മാറ്റി. പോളിയെ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. ന്യൂസ് 18 കൊച്ചി. ഭാര്യയെ നിരന്തരം ഫോണിൽ വിളിച്ച് ശല്യപ്പെടുത്തിയെന്നാരോപിച്ച് യുവാവിനെ വിളിച്ചു വരുത്തി മർദ്ദിച്ച് കൊലപ്പെടുത്തി. കൊല്ലം കൊട്ടിയം ഉമയനെല്ലൂർ സ്വദേശി ദിലീപാണ് കൊല്ലപ്പെട്ടത്. സംഭവവുമായി ബന്ധപ്പെട്ട് ദമ്പതിമാരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കല്ലുവാതുക്കൽ സ്വദേശികളായ വരുണും ഭാര്യ സോനയുമാണ് കസ്റ്റഡിയിലുള്ളത്. കൊട്ടിയം ഉമയനെല്ലൂർ സ്വദേശി 42-കാരനായ ദിലീപാണ് മർദ്ദനമേറ്റ് കൊല്ലപ്പെട്ടത്. സംഭവത്തിൽ കല്ലുവാതുക്കൽ സ്വദേശികളായ വരുണും ഭാര്യ സോനയും പോലീസ് കസ്റ്റഡിയിലാണ്. കഴിഞ്ഞ ദിവസം ഉച്ചയോടെയാണ് സംഭവം. വേളമാനൂർ സ്വദേശിനിയായ സോനയെ ദിലീപ് ഫോണിലൂടെ നിരന്തരം വിളിക്കുകയും സന്ദേശങ്ങൾ അയക്കുകയും ചെയ്തിരുന്നുവെന്നാണ് ആരോപണം. ഇത് യുവതി ഭർത്താവ് അരുണിനെ അറിയിച്ചതിനെ തുടർന്ന്
ദിലീപിനെ സംസാരിക്കാനെന്ന പേരിൽ വിളിച്ചു വരുത്തുകയായിരുന്നു. ഉളിയനാട് പ്രദേശത്ത് സുഹൃത്ത് വാടകയ്ക്ക് താമസിക്കുന്ന വീടിന് സമീപത്തേക്കാണ് വരുൺ ദിലീപിനെ എത്തിച്ചത്. ദിലീപിനെ ചോദ്യം ചെയ്യുന്നതിനിടയിൽ തർക്കമുണ്ടാവുകയും തുടർന്ന് ക്രൂരമായി മർദ്ദിക്കുകയുമായിരുന്നു. ക്രൂരമർദ്ദനമേറ്റ് ദിലീപ് കുഴഞ്ഞു വീണു. തുടർന്ന് സമീപത്തെ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഇയാൾ ക്രൂരമർദ്ദനത്തിന് ഇരയായതായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും വ്യക്തമാക്കുന്നു. കസ്റ്റഡിയിലെടുത്ത ദമ്പതിമാരെ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. സംഭവത്തിൽ പാരിപ്പള്ളി പോലീസ് വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുമുണ്ട്. ന്യൂസ് 18 കൊട്ടാരക്കര. ആത്മീയതയുടെ മുഖം മൂടിയണിഞ്ഞ് ചെകുത്താന്റെ സ്വഭാവവുമായി കഴിയുന്ന ചിലർ നമുക്കിടയിലുണ്ട്. എത്ര തവണ നിയമത്തെ കബളിപ്പിച്ചാലും ഒരിക്കൽ ഇവരുടെ തനിനിറം പുറത്തു വരും. ഇടുക്കി പെരുവന്താനത്ത് കൗൺസിലിംഗിനെത്തിയ പെൺകുട്ടിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച കേസിൽ അറസ്റ്റിലായത് പള്ളി വികാരിയാണ്. പാലൂർക്കാവ് CSI പള്ളിയിലെ വികാരിയും കോട്ടയം വെള്ളൂർ സ്വദേശിയുമായ സന്തോഷിനെയാണ് പെരുവന്താനം പോലീസ് പിടികൂടിയത്. ഫെബ്രുവരി 9-നാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. പള്ളിമേടയിൽ വെച്ച് പുരോഹിതനായ സന്തോഷിന്റെ ഭാഗത്തുനിന്ന് പീഡനശ്രമം ഉണ്ടായതെന്നാണ് പരാതിയിൽ പറയുന്നത്. കൗൺസിലിംഗിനെത്തിയ പെൺകുട്ടിയോട് ഇയാൾ മോശമായി പെരുമാറുകയായിരുന്നു. വിവരം പെൺകുട്ടി ഉടൻ തന്നെ വീട്ടുകാരെ അറിയിച്ചു. തുടർന്ന് പെരുവന്താനം പോലീസിൽ പരാതി നൽകി. പരാതി ഉയർന്നതോടെ പുരോഹിതൻ ഒളിവിൽ പോയി. എന്നാൽ പെരുവന്താനം CIക്ക് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് സംഘം വേളാങ്കണ്ണിയിലെത്തി പ്രതിയെ പിടികൂടി. നാട്ടിലെത്തിച്ച് നടപടികൾ പൂർത്തിയാക്കിയ ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 ഇടുക്കി. ഓൺലൈൻ പണമിടപാട് തട്ടിപ്പ് കേസിൽ കണ്ണൂർ DCC സെക്രട്ടറി ഉൾപ്പെടെ 2 പേരെ തമിഴ്നാട് സൈബർ ക്രൈം പോലീസ് അറസ്റ്റ് ചെയ്തു. കണ്ണൂർ ലേബർ ബാങ്ക് വെൽഫെയർ കോഓപ്പറേറ്റീവ് സൊസൈറ്റി പ്രസിഡന്റും DCC സെക്രട്ടറിയുമായ കല്ലിക്കോടൻ രാകേഷ്, സൊസൈറ്റി സെക്രട്ടറി K ജിതേഷ് എന്നിവരാണ് പിടിയിലായത്. K സുധാകരന്റെ അടുത്ത അനുയായിയാണ് കല്ലിക്കോടൻ രാകേഷ്. 1 കോടിയിലേറെ രൂപ തട്ടിയെന്ന തമിഴ്നാട് സ്വദേശിയുടെ പരാതിയിലാണ് ഈ നടപടി. രാകേഷ് പ്രസിഡന്റായ ലേബർ ബാങ്ക് വെൽഫെയർ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ അക്കൗണ്ട് വഴി തട്ടിപ്പ് നടന്നുവെന്നാണ് കണ്ടെത്തൽ. തമിഴ്നാട് സ്വദേശിയായ ബാലമുരുകൻ നൽകിയ പരാതിയിലാണ് തമിഴ്നാട് സൈബർ ക്രൈം ഡെപ്യൂട്ടി സൂപ്രണ്ട് RV ഗൗതമിന്റെ നേതൃത്വത്തിലുള്ള സംഘം പ്രതികളെ അറസ്റ്റ് ചെയ്തത്. 1.67 കോടി രൂപയുടെ സാമ്പത്തിക തട്ടിപ്പുമായി ബന്ധപ്പെട്ട് സൊസൈറ്റിയുടെ അക്കൗണ്ടുകളിലേക്ക് പണം എത്തിയതായി അന്വേഷണത്തിൽ കണ്ടെത്തി. നാഷണൽ സൈബർ ക്രൈം വിഭാഗത്തിന്റെ നിരീക്ഷണത്തിലായിരുന്ന സൊസൈറ്റിയുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് അനധികൃതമായി വൻതുക എത്തിയതായി നേരത്തെ കണ്ടെത്തിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ കണ്ണൂർ ടൗൺ പോലീസും കേസെടുത്തിരുന്നു. കഴിഞ്ഞ ദിവസം കല്ലിക്കോടൻ രാകേഷിനെയും പിന്നാലെ ജിതേഷിനെയും പിടികൂടുകയായിരുന്നു. കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ വൈദ്യപരിശോധനയ്ക്ക് ശേഷം കണ്ണൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ ട്രാൻസിസ്റ്റ് വാറന്റ് പ്രകാരം തമിഴ്നാട് പോലീസിന് കൈമാറി. K സുധാകരന്റെ അടുത്ത അനുയായിയാണ് DCC സെക്രട്ടറിയായ കല്ലിക്കോടൻ രാകേഷ്. സൊസൈറ്റിയുടെ മുൻ പ്രസിഡന്റിന്റെ പേരിൽ ആരംഭിച്ച അക്കൗണ്ടിലേക്കാണ് തട്ടിപ്പ് പണം എത്തിയത്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പ് വേളയിൽ 1.67 കോടി രൂപയും ഡിസംബറിൽ 3 ദിവസങ്ങളിലായി 45.64 ലക്ഷം രൂപയും ഈ അക്കൗണ്ടിലെത്തിയതായി സ്ഥിരീകരിച്ചു. സംസ്ഥാന വ്യാപകമായി നടന്ന സൈഹണ്ട് പരിശോധനയുടെ ഭാഗമായും സൊസൈറ്റിക്കെതിരെ കേസെടുത്തിരുന്നു. ന്യൂസ് 18 കണ്ണൂർ. എറണാകുളം കളമശ്ശേരിയിൽ പെൺകുട്ടിയെ ആക്രമിച്ച് സ്വർണവും മൊബൈലും കവർന്ന സംഭവം ഏറെ നടുക്കമുണ്ടാക്കുന്നതാണ്. രാത്രി 8 മണിക്ക് ജോലി കഴിഞ്ഞ് മടങ്ങിയ കണ്ണൂർ സ്വദേശിനിയാണ് ആക്രമിക്കപ്പെട്ടത്. കേസിൽ പ്രതിക്കായുള്ള അന്വേഷണം പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട്. സമീപ പ്രദേശങ്ങളിലെ CCTV ദൃശ്യങ്ങളും മൊബൈൽ ഫോൺ ലൊക്കേഷനും കേന്ദ്രീകരിച്ചാണ് അന്വേഷണം. ആക്രമണത്തിൽ പരിക്കേറ്റ പെൺകുട്ടിയുടെ നില മെച്ചപ്പെട്ടു. സംഭവം നടന്ന
റെയിൽവേ പാലത്തിന് സമീപമുള്ള സ്ഥലം ആളൊഴിഞ്ഞ ഇടമായതിനാൽ ഇവിടെ CCTV ഇല്ലാത്തത് പോലീസ് അന്വേഷണത്തെ ബാധിക്കുന്നുണ്ട്. സമീപ പ്രദേശങ്ങളിലെ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് നിലവിൽ പോലീസ് പരിശോധന. ഷർട്ടും പാന്റും തൊപ്പിയും ധരിച്ച 30 വയസ്സിനോടടുത്തുള്ള യുവാവിനു വേണ്ടിയിട്ടാണ് പോലീസ് അന്വേഷണം നടത്തുന്നത്. ഇയാളുടെ കയ്യിൽ ഒരു ബാഗ് ഉണ്ടായിരുന്നതായും യുവതി പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. ഒരു ക്യാപ്പും ഷർട്ടും പാന്റും ഒക്കെ ഇട്ട ഒരാൾ ഒരു ബാഗൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അയാളെ പെട്ടെന്ന് ഒരു മുണ്ട് ആ കുട്ടിയുടെ തലവഴി ഇട്ടിട്ട് ആ കുട്ടീനെ സ്റ്റെപ്പിൽ വെച്ചിട്ട് ഒരുപാട് ആക്രമിച്ചു. ഒരു പില്ലർ ഉണ്ടായിരുന്നു, ആ പില്ലറിൽ തൂണിലേക്കൊക്കെ തലയിടിച്ചു. പിന്നെ കുറെ കല്ലൊക്കെ വെച്ച് അതിന്റെ മേത്തും തലയിലൊക്കെ ഒരുപാട് പരിക്കേൽപ്പിച്ചു. തലയുടെ ബാക്ക് സൈഡൊക്കെ മുറിവുണ്ട്. കഴിഞ്ഞ ദിവസം രാത്രി 8:15ഓടെ HMT കവലയ്ക്ക് സമീപമുള്ള കടയിൽ ജോലി കഴിഞ്ഞ് താമസ സ്ഥലത്തേക്ക് പോവുകയായിരുന്ന 23-കാരിയുടെ 1 പവൻ സ്വർണമാലയും ഒരു കാതിലെ കമ്മലുമാണ് അക്രമി കവർന്നത്. യുവതിയെ ചവിട്ടിയിട്ടതിനു പിന്നാലെ തുണികൊണ്ട് മുഖംമൂടി റെയിൽവേ തൂണിൽ തലയിടിപ്പിച്ചതിനു ശേഷമായിരുന്നു കവർച്ച. പെൺകുട്ടിയുടെ മൊബൈൽ ഫോണും അക്രമി മോഷ്ടിച്ചു. സ്വർണത്തിന്റെ 1 പവനിലധികമുള്ള മാലയും ഒരു കമ്മലും പിന്നെ ഒരു ഫോൺ, ഐഫോൺ ആയിരുന്നു. അതൊക്കെ പിടിച്ചു വലിച്ച് കുട്ടീനെ ഒരുപാട് ഉപദ്രവിച്ചിട്ടാണ് അയാൾ പോയത്. അത് കുട്ടി അങ്ങനെ നടന്നു വന്ന് അവിടെ അടുത്ത് അവരുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആൺകുട്ടികൾ ഉണ്ടായിരുന്നു. അവരെ വിളിച്ചു. അപ്പോഴേക്കും അവർ വന്നു. അപ്പോഴേക്കും ആ കുട്ടി വീണു. ഒരുപാട് ട്രോമയിലാണ് കുട്ടി. ഒട്ടും സംസാരിക്കുന്നൊന്നുമില്ല. മൊബൈൽ ഫോണിന്റെ ലൊക്കേഷൻ കേന്ദ്രീകരിച്ച പോലീസ് പരിശോധന നടത്തുന്നുണ്ട്. ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ യുവതിയുടെ നില മെച്ചപ്പെട്ടു. യുവതിയെ ഉടൻ ഡിസ്ചാർജ് ചെയ്യുമെന്ന് ആശുപത്രി വൃത്തങ്ങൾ അറിയിച്ചു. കൊച്ചി. തിരുവനന്തപുരം കവടിയാർ കൊട്ടാരത്തിലെ മോഷണത്തിൽ അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറിയേക്കും. കോടികൾ വിലയുള്ള അമൂല്യ വസ്തുക്കൾ മോഷ്ടിച്ച കേസിൽ സന്ദർശകരെ ഉൾപ്പെടെ സംശയനിഴലിൽ നിർത്തിയാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. കൊട്ടാരം ജീവനക്കാരെയും വിളിച്ചു വരുത്തി മൊഴിയെടുക്കുന്നുണ്ട്. കൊട്ടാരത്തെക്കുറിച്ച് വ്യക്തമായ ധാരണയുള്ളവരാകാം മോഷണത്തിന് പിന്നിലെന്നാണ് നിഗമനം. ഒക്ടോബർ നവംബർ മാസങ്ങളിൽ കൊട്ടാരത്തിലെത്തിയ മുഴുവൻ പേരുടെയും പട്ടിക തയ്യാറാക്കിയാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. വിദേശികൾ ഉൾപ്പെടെയുള്ള സന്ദർശകർ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. കൊട്ടാരത്തിലെ ജീവനക്കാരെയും കുടുംബാംഗങ്ങളെയും ചോദ്യം ചെയ്യും. എന്നാൽ ജീവനക്കാരെയും കുടുംബാംഗങ്ങളെയും ചോദ്യം ചെയ്ത് ബുദ്ധിമുട്ടിക്കരുതെന്ന് കൊട്ടാരം പോലീസിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. 2ാം നിലയിലുള്ള മുറിയിൽ കയറി അലമാരയിലെ അറയിൽ നിന്ന് ആഭരണങ്ങൾ മോഷ്ടിച്ചത് കൊട്ടാരത്തെക്കുറിച്ച് നല്ല പരിചയമുള്ളവരെന്നാണ് പ്രാഥമിക നിഗമനം. പരമ്പരാഗതമായി കൈമാറി വന്നതും വജ്രം പതിപ്പിച്ചതുമായ വിലപിടിപ്പുള്ള ആഭരണങ്ങളാണ് നഷ്ടമായത്. 2 കോടി രൂപയുടെ നഷ്ടമുണ്ടായതായാണ് പ്രാഥമിക വിലയിരുത്തൽ. കഴിഞ്ഞ നവംബർ മാസത്തിലാണ് മോഷണം നടന്നതെന്നാണ് സൂചന. വിദേശത്ത് നിന്ന് കൊണ്ടുവന്ന സ്വർണ്ണാഭരണങ്ങളും കവർച്ച ചെയ്യപ്പെട്ടതായി ഗൗരി ലക്ഷ്മി ഭായി നൽകിയ പരാതിയിൽ വ്യക്തമാക്കുന്നു. സ്വർണ്ണാഭരണം സൂക്ഷിച്ചിരുന്ന ഇരുമ്പലമാരയുടെ താക്കോൽ സൂക്ഷിച്ചിരുന്നത് മറ്റൊരു പെട്ടിയിലായിരുന്നു. ഇതിൽ നിന്നും താക്കോലെടുത്ത് തുറന്നാണ് മോഷണം നടത്തിയിരിക്കുന്നത്. പലതവണയായി മോഷണം നടത്താനുള്ള സാധ്യതയാണ് പോലീസ് സംശയിക്കുന്നത്. കൊട്ടാരത്തിന്റെ തെക്കേ ഭാഗത്തെ 3ാമത്തെ നിലയിലാണ് ഗൗരി ലക്ഷ്മി ഭായിയുടെ കിടപ്പുമുറി. കുടുംബാംഗങ്ങൾക്കും ചില ജീവനക്കാർക്കും ഒഴികെ അവിടേക്ക് പ്രവേശനാനുമതിയില്ല. നവംബർ മാസത്തിൽ ബംഗളൂരുവിലേക്ക് പോകുന്നതിന് മുമ്പായി അലമാര തുറന്നപ്പോഴാണ് ആഭരണങ്ങൾ അവിടെയില്ല എന്ന് മനസ്സിലായതെന്നും അതിന് 10 ദിവസം മുമ്പ് വരെ ആഭരണങ്ങൾ ഉണ്ടായിരുന്നു എന്നുമാണ് പരാതിയിൽ പറയുന്നത്. കൊട്ടാരത്തിലുള്ളവർ തന്നെ ഉപയോഗിക്കാനെടുത്താവുമെന്ന് കരുതി അംഗങ്ങൾക്കിടയിൽ കഴിഞ്ഞ മാസങ്ങളിൽ അന്വേഷണം നടത്തിയെങ്കിലും ഫലമില്ലാഞ്ഞതിനാലാണ് പോലീസിനെ സമീപിച്ചത്. കേസുമായി ബന്ധപ്പെട്ട് പോലീസ് കമ്മീഷണർ ഉന്നതതല യോഗം വിളിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി. അന്വേഷണത്തിന് പ്രത്യേക സംഘം രൂപീകരിച്ചേക്കുമെന്നാണ് സൂചന. അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറാനും സാധ്യതയുണ്ട്. ആസൂത്രിത കവർച്ചയ്ക്കുള്ള സാധ്യതയും തള്ളാതെയാണ് പോലീസ് അന്വേഷണം. തിരുവനന്തപുരം. തെരഞ്ഞെടുപ്പെടുത്തതോടെ രാഷ്ട്രീയ സംഘർഷങ്ങളും വർദ്ധിക്കുകയാണ്. എറണാകുളം കോതമംഗലം വടാട്ടുപാറയിൽ കഴിഞ്ഞ ദിവസം നടന്ന കേരള കോൺഗ്രസ് മണ്ഡലം കൺവെൻഷൻ സംഘർഷത്തിൽ കലാശിച്ചു. ഷിബു തെക്കുംപുറം ചെയർമാനായ എന്റെ നാടിന്റെ പ്രവർത്തകരെയും യോഗത്തിൽ പങ്കെടുപ്പിച്ചിരുന്നു. ഇവരിൽ കോൺഗ്രസിന്റെ ചില പ്രവർത്തകരും ഉണ്ടായിരുന്നെന്നാരോപിച്ച് മറ്റു കോൺഗ്രസ് പ്രവർത്തകർ രംഗത്തെത്തിയതാണ് സംഘർഷത്തിൽ കലാശിച്ചതെന്നാണ് വിവരം. അപ്പോൾ
അപ്പു ജോസഫ്, ഷിബു തെക്കുംപുറം, ബാബു പോൾ എന്നിവരുൾപ്പെടെ പങ്കെടുത്ത പരിപാടിക്ക് ശേഷമാണ് റോഡിൽ വെച്ച് സംഘർഷം ഉണ്ടായത്. ഷിബു തെക്കുംപുറം ചെയർമാനായ എന്റെ നാടിന്റെ പ്രവർത്തകരെയും യോഗത്തിൽ പങ്കെടുപ്പിച്ചിരുന്നു. ഇവരിൽ ചിലർ കോൺഗ്രസ് പ്രവർത്തകരായിരുന്നുവെന്നും ഇതിനെ കോൺഗ്രസ് പ്രവർത്തകർ ചോദ്യം ചെയ്തതിനെ തുടർന്നാണ് സംഘർഷം ഉണ്ടായതെന്നുമാണ് പറയപ്പെടുന്നത്. സംഘർഷത്തിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. വാക്കേറ്റത്തെ തുടർന്ന് ഇരുവിഭാഗങ്ങളും തമ്മിൽ കയ്യാങ്കളി ഉണ്ടാവുകയായിരുന്നു. സംഘർഷത്തിൽ പരിക്കേറ്റവരെ സമീപത്തെ സർക്കാർ ആശുപത്രിയിലും ധർമ്മഗിരിയിലെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. എന്റെ നാടിന്റെ യോഗം ജോസഫ് ഭാഗം യോഗമാക്കി മാറ്റിയെന്നാണ് കോൺഗ്രസിന്റെ ആരോപണം. എന്നാൽ ആരോപണം അടിസ്ഥാനരഹിതമാണെന്നാണ് ജോസഫ് ഭാഗം പറയുന്നത്. ന്യൂസ് 18 കോതമംഗലം. ഒരു കുടുംബത്തിന്റെ മുഴുവൻ പ്രതീക്ഷയും ഒരു യുവ ഡോക്ടറുടെ സ്വപ്നങ്ങളും ഒരു നിമിഷം കൊണ്ട് ചിതറിപ്പോയ ദിനമായിരുന്നു 2023 മെയ് 10. കേരളം മുഴുവൻ ഞെട്ടലോടെ കേട്ട വാർത്തയായിരുന്നു ഡോക്ടർ വന്ദനാദാസിന്റെ ക്രൂര കൊലപാതകം. കേരളത്തെ നടുക്കിയ ഡോക്ടർ വന്ദനാദാസ് കൊലക്കേസിൽ നിർണായക വിധി വരാൻ ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി. കേസിലെ അന്തിമവാദം നേരത്തെ പൂർത്തിയായിരുന്നു. വീട്ടിലുണ്ടായ തർക്കത്തെ തുടർന്ന് കാലിന് പരിക്കേറ്റ കുടവട്ടൂർ സ്വദേശി സന്ദീപിനെ വൈദ്യപരിശോധനയ്ക്കായാണ് പോലീസ് കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചത്. ഡ്രസ്സിംഗ് റൂമിൽ മുറിവ് വെച്ച് കെട്ടുന്നതിനിടെ അപ്രതീക്ഷിതമായി അക്രമാസക്തനായ പ്രതി മുന്നിൽ കണ്ട സർജിക്കൽ കത്രിക കൈക്കലാക്കി പോലീസുകാരെയും കൂടെയുണ്ടായിരുന്നയാളെയും ആക്രമിക്കുകയായിരുന്നു. ഭീതിയിൽ എല്ലാവരും ഓടിമാറി. പക്ഷേ ആശുപത്രിയിൽ ഹൗസ് സർജനായി ജോലി ചെയ്തിരുന്ന ഡോക്ടർ വന്ദനാദാസിന് അവിടെ നിന്ന് രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല. നെഞ്ചിലും കഴുത്തിലും മുതുകിലുമായി 16ഓളം തവണ കുത്തിയാണ് സന്ദീപ് ഡോക്ടർ വന്ദനയുടെ ജീവനെടുത്തത്. അന്വേഷണം പൂർത്തിയായതോടെ കേസ് കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതിയിൽ വിചാരണയ്ക്കെത്തി. പ്രതിക്ക് മാനസിക പ്രശ്നങ്ങളുണ്ടെന്നായിരുന്നു പ്രതിഭാഗത്തിന്റെ വാദം. എന്നാൽ സാക്ഷിമൊഴികളും തെളിവുകളും നിരത്തി പ്രോസിക്യൂഷൻ അത് ശക്തമായി എതിർത്തു. കേസിൽ 70-ലധികം സാക്ഷികളെ വിസ്തരിച്ചു. 22 തൊണ്ടുമുതലുകളും 200-ലധികം രേഖകളും കോടതിയിൽ ഹാജരാക്കി. സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് പ്രതാപ് ജി പടിക്കലാണ് പ്രോസിക്യൂഷന് വേണ്ടി ഹാജരായത്. ഒരു യുവ ഡോക്ടറുടെ ജീവൻ കവർന്ന ക്രൂരതയ്ക്ക് പരമാവധി ശിക്ഷ നൽകണമെന്നാണ് വന്ദനയുടെ കുടുംബത്തിന്റെയും സഹപ്രവർത്തകരുടെയും ആവശ്യം. ന്യൂസ് 18 കൊട്ടാരക്കര. പാലക്കാട് അട്ടപ്പാടിയിൽ വൻ കഞ്ചാവ് വേട്ട. 1700 കഞ്ചാവ് ചെടികൾ എക്സൈസ് ഉദ്യോഗസ്ഥർ കണ്ടെത്തി നശിപ്പിച്ചു. അതേസമയം വാളയാർ ചെക്ക് പോസ്റ്റിൽ 6 കിലോ കഞ്ചാവുമായി 2 പേർ പിടിയിലായി. ഇതര സംസ്ഥാനക്കാരായ രാജേന്ദ്ര നായിക്ക്, വിഘ്നേഷ് ഹിയാൽ എന്നിവരാണ് പിടിയിലായത്. നിയമസഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് എക്സൈസ് വകുപ്പ് നടത്തിവരുന്ന സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി നടന്ന പരിശോധനയിലാണ് കഞ്ചാവ് കൃഷി കണ്ടെത്തിയത്. അഗളി എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ മുഹമ്മദ് ഇഖ്ലാസ് അലിയുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. അട്ടപ്പാടി പടവയൽ പഴയൂർ ഉന്നതിയിൽ നിന്നും 6 കിലോമീറ്റർ പടിഞ്ഞാറ് മാറി പിള്ളമലയിലെ വനത്തിലാണ് 200 സെന്റിമീറ്ററിന് മുകളിൽ ഉയരമുള്ള 6 മാസം പ്രായമായ 1700 കഞ്ചാവ് ചെടികൾ കണ്ടെത്തി നശിപ്പിച്ചത്. പ്രതികളെപ്പറ്റി അന്വേഷണം നടത്തിവരുന്നു. ചെങ്കുത്തായ മലകൾക്ക് മുകളിൽ ഏകദേശം 3 മണിക്കൂർ കാൽനടയായി യാത്ര ചെയ്തായിരുന്നു പരിശോധന. പരിശോധനയിൽ പ്രിവന്റീവ് ഓഫീസർമാരായ ചന്ദ്രൻ എം, ജിജോ ഇ ജി, സിവിൽ എക്സൈസ് ഓഫീസർമാരായ രജീഷ് ലക്ഷ്മണൻ, ഫോജൻ എന്നിവരും പങ്കെടുത്തു. എക്സൈസ് ഇൻസ്പെക്ടർ അജു പി ഷാജിക്ക് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് വാളയാർ ടോൾ പ്ലാസയിൽ നിന്നും 2 പ്രതികളെ കഞ്ചാവുമായി പിടികൂടിയത്. ഒഡീഷ സ്വദേശികളായ രാജേന്ദ്ര നായിക്, വിഘ്നേഷ് ഹിയാൽ എന്നിവരാണ് 6 കിലോ കഞ്ചാവുമായി പിടിയിലായത്. ഒഡീഷയിൽ നിന്നും പാലക്കാട് എത്തിച്ച് ചിലർ വിൽപ്പന നടത്തുന്ന സുഹൃത്തിന് കൈമാറാനായിരുന്നു കഞ്ചാവ്. കോയമ്പത്തൂരിൽ നിന്ന് വന്ന KSRTC ബസ്സിൽ നിന്നാണ് പ്രതികളെ പിടികൂടിയത്. ന്യൂസ് 18 പാലക്കാട്. മലപ്പുറം കോട്ടക്കലിൽ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ കുപ്രസിദ്ധ കുറ്റവാളിയെ കാപ്പ ചുമത്തി അറസ്റ്റ് ചെയ്തു.
ഒതുക്കുങ്ങൽ പൊട്ടിക്കല്ല് സ്വദേശി അനസിനെയാണ് അറസ്റ്റ് ചെയ്തത്. പ്രതിയെ വിയൂർ സെൻട്രൽ ജയിലിൽ അടച്ചു. ലഹരിമരുന്ന്, അടിപിടി അടക്കം നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ കുപ്രസിദ്ധ കുറ്റവാളിയെയാണ് കോട്ടക്കൽ പോലീസ് കാപ്പ ചുമത്തി അറസ്റ്റ് ചെയ്തത്. ഒതുക്കുങ്ങൽ പൊട്ടിക്കല്ല് സ്വദേശി അനസിനെയാണ് കോട്ടക്കൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. അനസിനെതിരെ കോട്ടക്കൽ പോലീസ് സ്റ്റേഷനിൽ 2 മയക്കുമരുന്ന് കേസുകളും 2 NDPS കേസുകളും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇതേ തുടർന്നാണ് കാപ്പ ചുമത്തി അറസ്റ്റ് ചെയ്ത് കരുതൽ തടങ്കലിൽ വെക്കാനുള്ള തീരുമാനം. മലപ്പുറം ജില്ലാ കളക്ടറുടെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് അനസിനെ അറസ്റ്റ് ചെയ്തത്. മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയ പ്രതിയെ വിയൂർ സെൻട്രൽ ജയിലിലേക്ക് റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 തിരൂർ. വർക്കല പാപനാശം കടപ്പുറത്ത് പജീറോ വാഹനം ഉപയോഗിച്ച് അതിസാഹസികവും അപകടകരവുമായ ഡ്രൈവിംഗ്. കഴിഞ്ഞ ദിവസം രാവിലെ 11 മണിയോടെയാണ് വിനോദസഞ്ചാരികളും ബലിതർപ്പണത്തിനായി എത്തിയ ഭക്തരും നിറഞ്ഞ ബീച്ചിൽ പരിഭ്രാന്തി പരത്തിയ സംഭവം അരങ്ങേറിയത്. പോലീസിന്റെ മൂക്കിന് താഴെ ഇത്രയും വലിയ നിയമലംഘനം നടന്നിട്ടും വാഹനം കസ്റ്റഡിയിലെടുക്കാത്തതിൽ പ്രതിഷേധം ശക്തമാണ്. പാപനാശം ബീച്ചിൽ ബലിതർപ്പണം നടക്കുന്ന ഭാഗത്ത് പടിക്കെട്ടിലൂടെ വാഹനം കടൽ തീരത്തേക്ക് ഓടിച്ചിറക്കുകയായിരുന്നു. തീരത്ത് നിരവധി ഭക്തർ ബലിതർപ്പണം ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഇവർക്കിടയിലൂടെ അതിവേഗത്തിലാണ് വാഹനം ഓടിച്ചത്. പടിക്കെട്ടുകളിലൂടെ വാഹനം താഴേക്കിറക്കിയതും മണൽപ്പരപ്പിലൂടെയുള്ള അമിതവേഗവും വലിയ അപകട സാധ്യതയാണ് സൃഷ്ടിച്ചത്. വാഹനം ബീച്ചിലെ പോലീസ് ഹെഡ് പോസ്റ്റിന് സമീപം എത്തിയപ്പോൾ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥർ തടഞ്ഞു നിർത്താൻ ശ്രമിച്ചു. ഉദ്യോഗസ്ഥർ ഡ്രൈവറോട് സംസാരിക്കുന്നത് ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. എന്നാൽ തൊട്ടു പിന്നാലെ യാതൊരു കൂസലുമില്ലാതെ ഡ്രൈവർ വാഹനം വന്ന പടിക്കെട്ടിലൂടെ തന്നെ മുകളിലേക്ക് ഓടിച്ചു കയറ്റി സ്ഥലത്തു നിന്ന് കടന്നു കളയുകയായിരുന്നു. സംഭവത്തിൽ വ്യാപക പ്രതിഷേധമുയരുന്നുണ്ട്. പവിത്രമായ പാപനാശം തീരത്ത് അതിക്രമിച്ചു കയറി ഭീതി പരത്തിയവർക്കെതിരെ കർശന നടപടി വേണമെന്നാവശ്യപ്പെട്ട് ഹിന്ദു സംഘടനകൾ രംഗത്തെത്തി. സംഭവത്തിന്റെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചതോടെ അധികൃതർക്കെതിരെയും വിമർശനം ഉയരുന്നുണ്ട്. ആഘോഷങ്ങൾക്ക് വേണ്ടി ഈ വർക്കല പാപനാശം വഴിമാറിക്കൊടുക്കുന്നു, ആചാരങ്ങളെ ഇല്ലാതായ്മ ചെയ്യുന്ന ഒരവസ്ഥയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നമ്മുടെ ഋതുക്കൾക്ക് വേണ്ടി ബലിതർപ്പണം ചെയ്യാനായിട്ടുള്ള ആൾക്കാർ കൂടിയിരിക്കുന്ന അകത്തേക്ക് ആഡംബര കാറുകൾ ഓടിച്ച് ഒരു ഭീതി സൃഷ്ടിച്ചുകൊണ്ട് അവിടെ ഇന്നലെ ഈ ഒരു അന്തരീക്ഷം സൃഷ്ടിച്ച ആൾക്കാർക്കെതിരെ ഒരു ശക്തമായ നടപടിയെടുക്കാനായിട്ട് നിലവിൽ അവിടെ ഉണ്ടായിരുന്ന പോലീസുകാർക്കും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഒരു ദുഃഖകരമായ സത്യം. പോലീസിന് മൂക്കിന് താഴെ ഇത്രയും വലിയ നിയമലംഘനം നടന്നിട്ടും വാഹനം കസ്റ്റഡിയിലെടുക്കാത്തതിൽ പ്രതിഷേധം ശക്തമാണ്. സംഭവത്തിൽ ഉന്നതതല അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ മാതൃകാപരമായ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം ശക്തമായിട്ടുണ്ട്. സ്വകാര്യ ബസ്സുകളുടെ മത്സരയോട്ടം പൊതുനിരത്തിലുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ ചില്ലറയല്ല. യാത്രക്കാരുടെ ജീവന് പുല്ല് വില പോലും കൽപ്പിക്കാതെയാണ് അമിത ലാഭം ലക്ഷ്യമിട്ടുള്ള ഈ മരണപ്പാച്ചിൽ. കോഴിക്കോട് മുക്കത്താണ് ഒടുവിലത്തെ സംഭവം. പിന്നാലെ വന്ന ബസ് മുൻപിൽ പോയ ബസ്സിലേക്ക് ബോധപൂർവം ഇടിപ്പിക്കുന്നതിന്റെ CCTV ദൃശ്യങ്ങളും പുറത്തുവന്നു. ബസ്സുകൾ തമ്മിലുള്ള മത്സരയോട്ടത്തിൽ മുന്നിൽ പോയ ബസ്സിനെ പിറകെ വന്ന ബസ് ഇടിച്ചിട്ട് നിർത്താതെ പോവുകയായിരുന്നു. കോഴിക്കോട് നിന്ന് മുക്കം വഴി നിലമ്പൂരിലേക്ക് പോയ ബുറാഖ് ബസ്സിനെയാണ് പുറകെ വന്ന PTC ബസ് ഇടിച്ചിട്ട് നിർത്താതെ പോയത്. രാവിലെ
രാവിലെ 11:40 എടവണ്ണ കൊയിലാണ്ടി സംസ്ഥാന പാതയിൽ മുക്കം അഗസ്ത്യമൊഴി മിനിൽ സിവിൽ സ്റ്റേഷന് മുമ്പിലായിരുന്നു സംഭവം. പുറകെ വന്ന ബസ് മുന്നിലെ ബസ്സിനെ ചേർത്ത് മനഃപൂർവ്വം ഇടിക്കുന്നതായാണ് CCTV ദൃശ്യത്തിൽ നിന്നും വ്യക്തമാകുന്നത്. ബുറാക്ക് ബസിന്റെ സൈഡ് ഗ്ലാസിനും ബോഡിക്കും കേടുപാടുണ്ട്. മനഃപൂർവ്വം ഇടിപ്പിക്കുകയായിരുന്നു എന്ന് ബസ്സിലെ ജീവനക്കാരും യാത്രക്കാരും പറയുന്നു. ഇടിയുടെ ആഘാതത്തിൽ യാത്രക്കാരനായ വൃദ്ധൻ ഉൾപ്പെടെ വീഴാൻ പോവുകയും ചെയ്തു. വിവരമറിഞ്ഞ് മുക്കം പോലീസും സ്ഥലത്തെത്തി. മത്സരയോട്ടത്തിനെതിരെ കടുത്ത നടപടി വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് 18 മുക്കം. ഇടയ്ക്ക് തൂക്കുപാലത്ത് നടുറോഡിൽ ബന്ധുവായ യുവാവിനെ കുത്തിക്കൊന്ന കേസിൽ പ്രതി റിമാൻഡിൽ. നെടുങ്കണ്ടം കല്ലുമേൽക്കല്ല് സ്വദേശി അനൂപ് വിശ്വനാഥനാണ് റിമാൻഡിലായത്. പാലക്കാട് കൂറ്റനാട് വീട് കുത്തി തുറന്ന് 25 പവൻ സ്വർണം കവർന്ന കേസിൽ 2 പേർ അറസ്റ്റിൽ. അറസ്റ്റിലായത് കാസർഗോഡ് സ്വദേശികളായ AH ഹാഷിം, മനോജ് എന്നിവർ. കണ്ണൂർ ADM ആയിരുന്ന നവീൻ ബാബുവിന്റെ മരണത്തിൽ തുടരന്വേഷണത്തിന് ഉത്തരവിട്ട് കോടതി. ഭാര്യ മഞ്ജുഷയുടെ ഹർജിയിലാണ് തലശ്ശേരി സെഷൻസ് കോടതിയുടെ ഉത്തരവ്. ആരെങ്കിലും സഹായിക്കാൻ പോയാൽ അതൊടുവിൽ നമുക്ക് തന്നെ ദോഷമാകുമെന്ന് പലരും പറയാറുണ്ട്. മൂന്നാറിൽ വഴിയോരത്ത് വർഷങ്ങളായി പൂക്കച്ചവടം നടത്തുന്നയാളാണ് മധുര സ്വദേശി മഹാമണി. കഴിഞ്ഞ ദിവസം രാത്രി 8 മണിയോടെ അത്യാവശ്യത്തിന് വിളിക്കാൻ എന്ന പേരിൽ ഒരാൾ ഫോൺ ചോദിച്ചപ്പോൾ മറ്റൊന്നും ചിന്തിക്കാതെ മഹാമണി ഫോൺ കൊടുത്തു. എന്നാൽ ഫോൺ വാങ്ങിയയാൾ അതുമായി കടന്നു കളയുകയായിരുന്നു. സാംസങ് കമ്പനിയുടെ 30,000-ഓളം രൂപ വില വരുന്ന ഫോണാണ് അപഹരിച്ചത്. സംഭവത്തിൽ മഹാമണി മൂന്നാർ പോലീസിൽ പരാതി നൽകി. മറ്റുള്ളവരെ സഹായിക്കാനുള്ള ആളുകളുടെ മനോഭാവം ഇല്ലാതാക്കുന്നതാണ് ഇത്തരം മോഷ്ടാക്കളുടെ പ്രവൃത്തി. ഇതോടെ ഇന്നത്തെ പോലീസ് പട്രോൾ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.